ഹലോ ഗായ്സ്, അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് ഗൈസ് ഈ ഇരിക്കുന്നത്. അതിനുശേഷം എന്തേ അമ്മ തുണി അലക്കാൻ ഇറങ്ങി ഗൈസ്. അമ്മയ്ക്ക് എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഗൈസ്. വെറുതെ ഇരിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. വിഷുവൊക്കെ വരികയല്ലേ, അതുകൊണ്ട് വീടൊക്കെ വൃത്തിയാക്കാണ് ഗൈസ്. അമ്മ പറഞ്ഞിട്ട് ചേട്ടൻ ചുക്രി വല അടിക്കുകയാണ് ഗൈസ്. ആദ്യം തന്നെ വർക്കിംഗ് ഏരിയന്ന് തുടങ്ങി ഗൈസ്. ആണുങ്ങൾ ചുക്രി വല അടിച്ചാൽ പെട്ടെന്ന് ചുക്രി വല വരില്ല എന്നാണ് ശാസ്ത്രം. അമ്മ പറഞ്ഞു കേട്ട ഒരു ശാസ്ത്രമാണ്, എനിക്കറിയില്ല ഗൈസ്. ഇപ്പം നമ്മുടെ അകത്തെ മുറിയിലെ ചുക്രി വല അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. രണ്ടാമത്തെ മുറിയിലെ ചുക്രി വല അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ണി പൊടി വീഴാതിരിക്കാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ചുക്രി വല അടിക്കുന്നത്. കട്ടിലൊന്നും വീഴാതിരിക്കാൻ ഞാൻ പായെല്ലാം മടക്കി വെക്കായിരുന്നു ഗൈസ്. പായലൊക്കെ വീണാൽ പിന്നെ ഭയങ്കര സീനാകും ഗൈസ്. ഉണങ്ങാൻ വെച്ച് പൊളി ഞാൻ അകത്ത് കൊണ്ട് വെക്കാണ് ഗൈസ്. അമ്മതേ കടയിൽ പോയിട്ട് വന്നു ഗൈസ്. അമ്മ അങ്ങോന്ന് വന്നപ്പോഴേ ഓണടിച്ചോണ്ടാണ് ഗൈസ് വന്നത്. ഞാൻ ഓടിച്ചെല്ലിയാണ് ഗൈസ് സാധനമൊക്കെ കൊണ്ടകത്ത് വയ്ക്കാൻ. ഞാൻ തന്നെ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെക്കേണ്ടി വന്നു ഗൈസ്. ചേട്ടനെ വിളിച്ചിട്ടാണ് വന്നില്ല ഗൈസ്. ചേട്ടനകത്ത് ഫോൺ കാണുമായിരുന്നു ഗൈസ്. അമ്മയുടെ വണ്ടി മൂടിയിടുകയാണ് ഗൈസ്. അമ്മയുടെ സുന്ദരിക്കുട്ടി അതേ മൂടി പുതപ്പിച്ച് വെച്ചു ഗൈസ്, മഴ പെയ്യുമ്പോൾ എറിച്ചിലൊന്നും അടിക്കാതെ. അതിനുശേഷം ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് അമ്മതേ ഫ്രിഡ്ജിനകമൊക്കെ വൃത്തിയാക്കാണ് ഗൈസ്. ഫ്രിഡ്ജിനകം വൃത്തിയാക്കാന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മ സിമ്പിളായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അല്ലെങ്കിലും നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ വെക്കണം. ഫ്രിഡ്ജിനകത്ത് വെച്ച ഫുഡൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത്. അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ. ആരും പോകല്ലേ ഗൈസ്. നല്ല ചൂട് ചിക്കൻ കറി, മാമ്പഴപ്പുളിശ്ശേരി, എന്താ പറയണ്ടേ, ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.